ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 12ൻ്റെ ചാപ്റ്റർ 7 ആയ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടോപ്പിക്കായിട്ട് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ഫേസർ ഡയഗ്രാം? വാട്ട് ഈസ് എ ഫേസർ ഡയഗ്രാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആരുടെയൊക്കെ എ സി വോൾട്ടേജ്, അതായത് നമ്മൾ ഒരു പ്രത്യേകതരം സർക്യൂട്ടിലേക്ക് നമ്മൾ എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ ടൈപ്പ് കറണ്ട് നമുക്ക് എ സി ഏതൊക്കെ കറണ്ട് ഉണ്ടാവും, നമ്മൾ ആ കറണ്ടിൻ്റെയൊക്കെ എന്ത് ചെയ്തു? യെസ്, ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. യെസ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഏതിൻ്റെയാണ്? യെസ്, റെസിസ്റ്റർ സർക്യൂട്ടിൻ്റെയാണ്. പിന്നെ ചെയ്ത ഏതായിരുന്നു? യെസ്, കപ്പാസിറ്ററിൻ്റെയാണ്. പിന്നെ ഇൻഡക്ടറിൻ്റെയും ചെയ്തു അല്ലേ? യെസ്, ഈ മൂന്നാൾക്കാരുടെ നമ്മൾ കറണ്ടിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത എപ്പോൾ? എ സി സോഴ്സ് കൊടുത്തപ്പോൾ. യെസ്, ഇനി ഇവരുടെയൊക്കെ നമുക്ക് എന്ത് വേണം? യെസ്, ഫേസർ ഡയഗ്രാം വേണം. ഓക്കെ, ഫേസർ ഡയഗ്രാം. സോ ഇവരുടെയൊക്കെ ഫേസർ ഡയഗ്രാം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, അതിനു മുമ്പ്, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിന് മുമ്പ് നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ഫേസർ ഡയഗ്രാം എന്നാണ്. ഡയഗ്രാം പറഞ്ഞ ഗ്രാഫാണ്, അതറിയാം. യെസ്, വോൾട്ടേജും വേണം, കറണ്ടും വേണം. ഓക്കെ, ഈ മൂന്നാൾക്കാർ കണ്ടോ? ഈ മൂന്നാൾക്കാരുടെ വോൾട്ടേജ് പിന്നെ കറണ്ട്, ഓക്കെ, ഈ രണ്ടുപേരെയും കൂടി ചേർത്ത് ഒരുമിച്ച് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യെസ്, ദ ഫേസർ ഡയഗ്രാം ഓഫ് ദി ത്രീ സർക്യൂട്ട്സ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. നമ്മൾ കറണ്ടിന്റെ ഇക്വേഷൻസ് ഈ മൂന്ന് പേരുടെയും ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, എന്തൊക്കെയാണത്? നമുക്ക് ഓരോന്നായി നോക്കാം. യെസ്, ഫസ്റ്റ് വി ഹാവ് റെസിസ്റ്റർ. നമ്മൾ റെസിസ്റ്റർ സർക്യൂട്ടിൽ കറണ്ട് എന്തായിരുന്നു? കപ്പാസിറ്റർ സർക്യൂട്ടിൽ കറണ്ട് എന്തായിരുന്നു? പിന്നെ അതേപോലെ തന്നെ ഇൻഡക്ടറിൽ കറണ്ട് എന്തായിരുന്നു? യെസ്, നമ്മൾ റെസിസ്റ്ററിൽ പറഞ്ഞത് യെസ്, ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഇവിടെയോ I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് 5/2 എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലപ്പോൾ വി ഡിവൈഡഡ് ബൈ എക്സ് സി എന്ന് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? യെസ്, ഈ വി ഡിവൈഡഡ് ബൈ എക്സ് സിയെ ഞാൻ I0 എന്ന് വിളിച്ചു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ, യെസ്. ഇനി ഞാൻ എടുത്തത് ഇൻഡക്ടർ, I0 സൈൻ ഒമേഗ ടി മൈനസ് 5/2. നോ പ്രോബ്ലം, സംശയമില്ല. ഓക്കെ, ഇവിടെ റെസിസ്റ്ററിൽ I0 സൈൻ ഒമേഗ ടി, I0 സൈൻ ഒമേഗ ടി പ്ലസ് 5/2 കപ്പാസിറ്റർ, I0 സൈൻ ഒമേഗ ടി മൈനസ് 5/2 ഇൻഡക്ടർ. ഓക്കെ, ഓക്കെ, യെസ്. ഇനി ഇവരുടെ ഓരോരുത്തരുടെയും ഫേസർ ഡയഗ്രാം ഒന്ന് വരയ്ക്കും. ആദ്യം ഇവന്റെ ഫേസർ ഡയഗ്രാം വരച്ചു. അത് ജസ്റ്റ് ഒന്ന് y ആക്സിസ് x ആക്സിസ് രണ്ടുപേരും കൊടുത്തു വയ്ക്കും. We are considering y axis and as well as x axis for both these three circuits. Okay, to draw phasor diagram. ഇനി ഇവന്റെ ഫേസർ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും. ഇതെന്താ, സ്ട്രെയിറ്റ് ലൈനോ? അല്ല, ഇവിടെ ഒരു ആരോ. ഞാൻ ഇവനെ സൂചിപ്പിച്ചത് ഇത് വോൾട്ടേജ്, പിന്നെ അതേപോലെ തന്നെ ഇത് കറണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇവരുടെ നമുക്ക് ആദ്യം തന്നെ റെസിസ്റ്റർ സർക്യൂട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നോക്കും. കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും ഒരു ആംഗിൾ ഡിഫറൻസ് ഇല്ലേ? യെസ്, ഇവിടെ പ്ലസ് 5/2 ആണ്, അവിടെ ഒരു മൈനസ് 5/2 ഉണ്ട്. ദർ ഈസ് എൻ ആംഗിൾ ഡിഫറൻസ്. പക്ഷെ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്തില്ല? ഒരു തരത്തിലുള്ള ആംഗിൾ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഈ ഐ എടുക്കും. നമുക്ക് ഫേസർ ഡയഗ്രാം പറഞ്ഞ വോൾട്ടേജും കറണ്ടും കൂടി ഉള്ളതാണല്ലോ. അതെ,
അപ്പോൾ ആദ്യം തന്നെ ഇവരുടെ വോൾട്ടേജസിന്റെ ഒന്ന് ഇക്വേഷൻ എഴുതി വെച്ചാലോ? എഴുതാം. ഇവരുടെ വോൾട്ടേജിന്റെ ഏക ഇക്വേഷൻ ഏതാണ്? യെസ്, വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇതാണ് ഇവരുടെ ഏക വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഇത് കൊടുത്തപ്പോൾ ഇങ്ങനെ കറണ്ട് ഉണ്ടായി. ഓക്കെ, യെസ്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കേസ് റെസിസ്റ്റർ എടുക്കുക. റെസിസ്റ്റർ ചേട്ടനെ എടുത്തപ്പോൾ നമുക്ക് കറണ്ട് ഇതാണ്, വോൾട്ടേജ് ഇതാണ്. കറണ്ടും I0 സൈൻ ഒമേഗ ടി, വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ആർക്കെങ്കിലും ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടോ ഇവർ രണ്ടുപേരും തമ്മിൽ? ഇസ് ദർ എനി ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, കറണ്ട് ആൻഡ് വോൾട്ടേജ്? ഇല്ല. ആംഗിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പ്രത്യേകിച്ച് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ക്യാപിറ്റൽ ആംഗിൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഫേസ് ആണ്. ഈസ് ദർ എനി ഫേസ് ഡിഫറൻസ്? ഓ നോ, ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? വട്ടപൂജ്യം. ഓക്കെ, ഫേസ് ഡിഫറൻസ് ഈസ് 0. അടുത്ത കപ്പാസിറ്റർ. കപ്പാസിറ്റർ നമുക്ക് ഓർമ്മയുണ്ടാവണം, വി എന്ന് പറഞ്ഞാൽ V0 സൈൻ ഒമേഗ ടി. ഓക്കെ, യെസ്. കപ്പാസിറ്ററിന്റെ കേസ് എടുത്താൽ ഇവിടെ നമ്മൾ വോൾട്ടേജ് എടുത്തു. വോൾട്ടേജ് V0 സൈൻ ഒമേഗ ടി ഞാൻ ഇവിടെ തന്നെ എഴുതി. ഓക്കെ, നോ സംശയം, നോ പ്രോബ്ലം, എവറിത്തിങ് ഓക്കെ. ഇവനുമായിട്ട് ഞാൻ കമ്പയർ ചെയ്തു. കറണ്ട് ആണെങ്കിൽ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2, പക്ഷേ വോൾട്ടേജ് ആണെങ്കിൽ ഒമേഗ ടി മാത്രമേ. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ആരാണ് മുമ്പിൽ? വോൾട്ടേജ് ആയിരിക്കുമോ അതോ കറണ്ട് ആയിരിക്കുമോ? ഓഫ് കോഴ്സ് കറണ്ട്. കാരണം വോൾട്ടേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കറണ്ട് പൈ ബൈ 2 എന്ന് പറഞ്ഞൊരു ആംഗിളിൽ മുന്നോട്ടാണ്. ഓക്കെ, ദ കറണ്ട് ഈസ് ലീഡിങ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഓർ പൈ ബൈ 2. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ തന്നെ നമ്മൾ വോൾട്ടേജ് വരച്ചു, ഇങ്ങനെ നമ്മൾ കറണ്ടും വരച്ചു. ഓക്കെ, കറക്റ്റ് അല്ലേ? അത് എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഓക്കെ, യെസ്. വി, ഇത് ഐ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഇൻഡക്ടർ. ഇൻഡക്ടറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കിട്ടും? യെസ്, ഇവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. ഇവിടെ ആരായിരിക്കും മുമ്പിൽ? നിങ്ങൾക്ക് തന്നെ പറയാം. യെസ്, വി ആയിരിക്കും മുമ്പിൽ. കാരണം വിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐ ഒരു പൈ ബൈ 2 ഡിഗ്രി താഴെയാണ്, പൈ ബൈ 2 ഡിഗ്രി കുറവാണ്. യെസ്, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഞാൻ വി ഇങ്ങനെ വരച്ചാൽ എനിക്ക് ഇങ്ങനെ ഐ കിട്ടും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇവിടെ ആരാണ്? വി ലീഡ്സ് ഐ ബൈ 90 ഡിഗ്രി. ഓക്കെ, നിങ്ങൾക്ക് ഇത് എഴുതിയത് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാണാൻ സാധിച്ചില്ലെങ്കിൽ എക്സ്ട്രീംലി സോറി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ ആകെ നോക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. കറണ്ട് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ആരാണ് ലീഡ് ചെയ്യുക? ഓക്കെ, ഇവിടെ റെസിസ്റ്ററിന്റെ കേസിൽ രണ്ടുപേർക്കും ഫേസ് ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് പൊതുവെ എല്ലാവരും ഒരേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഈ കേസിൽ കപ്പാസിറ്ററിന്റെ കേസിൽ ഐ ആണ് ലീഡ് ചെയ്യുക വോൾട്ടേജിനെ 90 ഡിഗ്രി. ഇവിടെ നേരെ തിരിച്ച് വി ആണ് കറണ്ടിനെ ലീഡ് ചെയ്യുക. എങ്ങനെ? 90 ഡിഗ്രി. ഈ ഒരു ടോപ്പിക്കിന് നമ്മളൊരു ചെറിയൊരു ഷോർട്ട് കട്ട് മെത്തേഡ്, സിവിൽ എന്നോർത്ത് വെച്ചാൽ മതി. സിവിൽ. ഓക്കെ, കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഇവിടെ ആരാണ്? വി ആണോ ഐ ആണോ മുമ്പിൽ? ഐ. അപ്പോൾ കറണ്ട് ലീഡ്. അപ്പോൾ ഇനി അടുത്തത് ഇൻഡക്ടർ എല്ലാണെങ്കിൽ ആരാണ് ഇവിടെ? വോൾട്ടേജ് ആണ് ലീഡ്. ഓക്കെ,
ഇത് സി കപ്പാസിറ്റർ എൽ ഇൻഡക്ടർ. ഓക്കെ, ഇത്രയും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഈ വീഡിയോയിൽ എടുത്ത എല്ലാ കൺസെപ്റ്റും നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ മനസ്സിലായെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഭാഗമായി സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും താങ്ക് യു.